പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 30 വയസ്സിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും ജനനസമയവും രാശിയും അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പലവിധമായ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. അത് ഭാഗ്യ നിർഭാഗ്യങ്ങൾ പലപ്പോഴും പല രീതിയിലായിരിക്കും പലർക്കും വരുന്നത്. 30 വയസ്സിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ദാരിദ്ര്യവും അനുഭവത്തിൽ വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി മകയിരം നക്ഷത്രമാണ്. നല്ല അറിവും വിവരവും ഉള്ള നക്ഷത്രക്കാരാണ് മകയിരം നക്ഷത്രക്കാർ. ഇവർ പഠിക്കുവാനും മിടുക്കരായിരിക്കും. വളരെ ശാന്തശീലരും ക്ഷമയുള്ള നക്ഷത്രക്കാർ കൂടിയാണ് മകയിരം നക്ഷത്രക്കാർ. എന്നിരുന്നാലും ജോലി ലഭിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കുറച്ചധികം പ്രയത്നിക്കേണ്ടി വന്നേക്കാം. ആഗ്രഹിച്ച രീതിയിൽ അഥവാ ആഗ്രഹിച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കാത്തത് ഇവർക്ക് സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കാം. പലപ്പോഴും വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും പണം തികയാത്ത അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് നേരിടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ജോലി ലഭിച്ചാലും അതിൽ നിന്നും സമ്പാദിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയും ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇത് പലപ്പോഴും ഇവരിൽ മാനസികമായ സംഘർഷം വർദ്ധിപ്പിക്കുവാൻ കാരണമായേക്കാം. അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രമാണ്. നല്ലപോലെ അധ്വാനിക്കുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ഇവർ ആഗ്രഹിച്ച കാര്യം നടത്തിയെടുക്കുവാൻ എത്ര ദൂരം സഞ്ചരിക്കുവാനും തയ്യാറായിരിക്കും. എന്നിരുന്നാലും സ്ഥിരമായ ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം കുറവാണ്. ഇത് ഇവരുടെ സാമ്പത്തികമായ ബാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ആഗ്രഹിച്ച രീതിയിൽ ജീവിത നിലവാരം പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിച്ചെന്ന് വരികയില്ല. അകാരണമായ കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാരിൽ കൂടുതലായി കാണുന്നു. ഇതെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരു കാരണമായേക്കാം. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. ഒട്ടനവധി സ്വപ്നങ്ങളോടെ ജീവിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ. പക്ഷേ എത്ര ശ്രമിച്ചാലും ഇവ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിച്ചെന്ന് വരില്ല. സാമ്പത്തികപരമായ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കുന്നു. ജോലി ലഭിക്കുവാൻ കുറച്ചധികം കഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരായിരിക്കും ഈ നക്ഷത്രക്കാർ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ പലവിധത്തിലുള്ള തൊഴിലുകൾ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം. പഠനത്തിൽ എത്രത്തോളം മികവ് നിലനിർത്തുവാൻ സാധിച്ചാലും ജോലിയുടെ കാര്യത്തിൽ ഈ മികവ് നിലനിർത്തുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരികയില്ല. ഇത് ഇവരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുവാൻ സാധ്യത കാണുന്നു. അടുത്തതായി മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കുവാൻ അധികം കഷ്ടപ്പെടേണ്ടി വന്നേക്കാം. വീട്ടിലെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും നാൾക്കുനാൾ ഇവർക്ക് വർദ്ധിച്ചു വരുന്നതായി കാണാം. കയ്യിൽ ഉള്ള പൈസ ഒന്നിനും തികയാത്ത അവസ്ഥയിലേക്ക് വന്നു ചേരാം. കൂടാതെ പുതിയ ജോലി ലഭിച്ചാലും ബാധ്യതകൾ തീർക്കുവാൻ സാധിക്കാത്ത അവസ്ഥ മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. കൂടാതെ സ്വത്ത് തർക്കങ്ങൾ വർദ്ധിക്കുന്നതും പ്രശ്നങ്ങൾ വഷളാകുവാൻ കാരണമാകുന്നു. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.